എല്ലാവർക്കും നമസ്കാരം. റിസർച്ച് ഓഫീസർ മാത്തമാറ്റിക്സിന്റെ യൂണിറ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യൂണിറ്റ് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കുറച്ചധികം പാർട്ടുകൾ എടുത്തിട്ടാണ് നമ്മൾ യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്തത്. 55 പാർട്ടുകൾ എടുത്തല്ലേ യൂണിറ്റ് 1. യൂണിറ്റ് 2 നിങ്ങൾക്ക് കുറെ കൂടെ പരിചയമുള്ള ടോപ്പിക്കാണ്. അതായത് ഈ ടെക്നിക്കൽ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കുറച്ചും കൂടെ സുപരിചിതമായിട്ടുള്ള ടോപ്പിക്കാണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് വെച്ചിട്ടാണ് സിലബസ് തുടങ്ങുന്നത്. നമുക്ക് ആരംഭിക്കാം. ആദ്യമേ തന്നെ റിലേഷൻ. ഓക്കെ, എന്താണ് റിലേഷൻ എന്ന് പറയുന്നത്? റിലേഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, രണ്ട് സെറ്റുകൾ തമ്മിലുള്ള പ്രോഡക്റ്റ് ആണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ ഉത്തരം നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഓർഡേർഡ് പെയറുകളായിട്ടാണ് ഉത്തരം എഴുതുന്നത് എന്ന് നമുക്കറിയാം, ശരിയല്ലേ? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റ് 1, 2 ആണ് എന്ന് വിചാരിക്കാം. ബി എന്ന് പറയുന്ന ഒരു സെറ്റ് 3, 4 ആണ് എന്ന് വിചാരിക്കാം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി, എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബി. എ ക്രോസ് ബിയിൽ അതിന്റെ ആൻസേഴ്സ് എങ്ങനെയാണ് വരിക? എ ക്രോസ് ബി എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ എ ബി ആണ് ഇതിന്റെ ആൻസർ വരിക. ആ സ്മോൾ എ വരുന്നത് ക്യാപിറ്റൽ എയിൽ നിന്നും സ്മോൾ ബി വരുന്നത് ക്യാപിറ്റൽ ബിയിൽ നിന്നുമാണ്, ശരിയല്ലേ? അങ്ങനെ വരുന്ന ഓർഡേർഡ് പെയറുകളുടെ കളക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് വായിക്കുക? ഓർഡേർഡ് പെയർ എ ബി, അല്ലെ? ഓർഡേർഡ് പെയർ എ ബി എന്നാണ് വായിക്കുക. ആ ഓർഡേർഡ് പെയറിനകത്ത് ഫസ്റ്റ് എലമെന്റ് ആണ് എ, സെക്കൻഡ് എലമെന്റ് ആണ് ബി. ഫസ്റ്റ് എലമെന്റ് വരുന്നത് ക്യാപിറ്റൽ എ എന്ന സെറ്റിൽ നിന്നും സെക്കൻഡ് എലമെന്റ് വരുന്നത് ക്യാപിറ്റൽ ബി എന്ന സെറ്റിൽ നിന്നുമാണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എ ക്രോസ് ബിയുടെ ആൻസർ ഒന്ന് പറയാമോ മക്കളെ? എ ക്രോസ് ബി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് എന്താണ് ആൻസർ വരിക? പറഞ്ഞേ. അതായത് 1, 2 ക്രോസ് 3, 4 അല്ലെ? 1, 2 ക്രോസ് 3, 4. ഫസ്റ്റ് എലമെന്റുകൾ എ സെറ്റിൽ നിന്നും സെക്കൻഡ് എലമെന്റ് ബി സെറ്റിൽ നിന്നും വരണം. അപ്പൊ ഏതൊക്കെ ഓർഡേർഡ് പെയറുകൾ എനിക്ക് ഫോം ചെയ്യാൻ പറ്റും? എനിക്ക് 1, 3 ഉണ്ടാക്കാം, 1, 4 ഉണ്ടാക്കാം, 2, 3 ഉണ്ടാക്കാം, 2, 4 ഉണ്ടാക്കാം, ശരിയല്ലേ? ഇത്രയും ഓർഡേർഡ് പെയറുകൾ എനിക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അഥവാ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അറിയുന്ന കാര്യമാണ് അല്ലെ? നേരത്തെ നമ്മൾ പല എക്സാമുകൾക്കൊക്കെ ആയിട്ട് നോക്കിയിട്ടുള്ള സംഭവം തന്നെയായിരിക്കും ഇത്. നോക്കിയോളൂ, എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. രണ്ട് നോൺ എംപ്റ്റി സെറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്, പിയും ക്യൂവും. നോക്കിക്കേ, പിയും ക്യൂവും രണ്ട് നോൺ എംപ്റ്റി ആയിട്ടുള്ള സെറ്റുകൾ, അതായത് അറ്റ്ലീസ്റ്റ് ഒരു നോൺ സീറോ എലമെന്റ് എങ്കിലും ആ സെറ്റിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പി ക്രോസ് ക്യൂ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് ഓഫ് എലമെന്റ്സ് ഫ്രം പി ആൻഡ് ക്യൂ. പിയിൽ നിന്നും ക്യൂവിൽ നിന്നുമുള്ള എലമെന്റുകളുടെ ഓർഡേർഡ് പെയറുകളുടെ സെറ്റിനെയാണ് പിയും ക്യൂവും തമ്മിലുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് പി ക്രോസ് ക്യൂ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ പി ക്യൂ സച്ച് ദാറ്റ് സ്മോൾ പി കമ്മിങ് ഫ്രം ക്യാപിറ്റൽ പി ആൻഡ് സ്മോൾ ക്യൂ കമ്മിങ് ഫ്രം ക്യാപിറ്റൽ ക്യൂ. ക്ലിയർ ആണല്ലോ? അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിയില്ലേ? നോക്കുക, ഇഫ് എയ്തർ പി ഓർ ക്യൂ ഇസ് നൾ സെറ്റ് ദെൻ പി ക്രോസ് ക്യൂ ഓൾസോ എംപ്റ്റി സെറ്റ് ആയിരിക്കും. എംപ്റ്റി സെറ്റ് അഥവാ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റിനുള്ളിൽ ഒരു എലമെന്റ് പോലും ഇല്ലെങ്കിൽ ആ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എംപ്റ്റി സെറ്റ് അഥവാ നൾ സെറ്റ് അഥവാ വോയിഡ് സെറ്റ് എന്നുള്ള പേരിട്ട് നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. ഈ പിയും ക്യൂവിലും ഏതെങ്കിലും ഒരെണ്ണം നൾ സെറ്റ് ആണെങ്കിൽ അതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റും എന്ത് തന്നെയായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും എന്നാണ് theorem. Okay, if any one of the P and Q is a null set, then their Cartesian product will be also a null set. Clear ആണല്ലോ? വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കിയാലോ? P എന്ന് പറയുന്ന സെറ്റ് 1, 2, 3 ആണെന്ന് വിചാരിക്കുക. P is equal to set 1, 2, 3. Q is equal to set 5, 6. P cross Q എന്ന് കണ്ടുപിടിച്ചേ. P cross Q. P cross Q is equal to എന്തോരും? ആദ്യം 1 വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഓർഡേർഡ് പെയേഴ്സ് നോക്കുക. ഏതൊക്കെയാണ്? 1, 5, 1, 6. പിന്നെ 2 വെച്ചിട്ട് 2, 5, 2, 6. 3 വെച്ചിട്ട് 3, 5, 3, 6. ക്ലിയർ ആണല്ലോ? ഇതാണ് പിയും ക്യൂവും തമ്മിലുള്ള എന്ത് പ്രോഡക്റ്റ്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിലബസിലെ ആദ്യത്തെ ടോപ്പിക്ക് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നേരിട്ട് നമുക്ക് എന്തിലേക്ക് കയറാൻ പറ്റില്ല?
റിലേഷനിലേക്ക് കയറാൻ പറ്റില്ല. റിലേഷന്റെ ഡെഫിനിഷൻ എന്താണ്? റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് ദി കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി. റിലേഷൻ ഫ്രം എ ടു ബി ഇസ് എ സബ്സെറ്റ് ഓഫ് ദി കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി എന്നാണ് റിലേഷന്റെ ഡെഫിനിഷൻ. അപ്പം ആദ്യമേ നമ്മൾ ആ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ ഇത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഒന്നും അറിയാത്ത ഒരാള് റിലേഷൻ ഇസ് എ സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഫ്രം എ ടു ബി എന്ന് പഠിക്കുമ്പോൾ എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ മനസ്സിലാവുമോ? ഇല്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ എന്ത് പഠിക്കണം? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് പഠിക്കണം. എന്നിട്ട് വേണം എന്തിലേക്ക് വരാൻ? റിലേഷനിലേക്ക് വരാൻ. ഓക്കെ, ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കുക. റിലേഷൻ നമ്മൾ റിലേഷന്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോഴും നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ പ്രാധാന്യാർഹിതമാണ്. പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണേ. നോക്കിയോളൂ. ഫസ്റ്റ് വൺ, രണ്ട് ഓർഡേർഡ് പെയേഴ്സ് ഈക്വൽ ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റുകൾ ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതായത് ഓർഡേർഡ് പെയർ എ ബി എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ എക്സ് വൈ ആവണമെങ്കിൽ നമുക്ക് എ ഇസ് ഈക്വൽ ടു എക്സും ആയിരിക്കണം, ബി ഇസ് ഈക്വൽ ടു വൈയും ആയിരിക്കണം. ഇതാണ് രണ്ട് ഓർഡേർഡ് പെയേഴ്സ് ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ ആ ഓർഡേർഡ് പെയറുകളുടെ ഫസ്റ്റ് എലമെന്റുകളും ഈക്വൽ ആയിരിക്കണം, ആ ഓർഡേർഡ് പെയറുകളുടെ സെക്കൻഡ് എലമെന്റുകളും ഈക്വൽ ആയിരിക്കണം. ഓർഡേർഡ് പെയർ എ ബി ഇസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ എക്സ് വൈ ആവണമെങ്കിൽ എ ഈക്വൽ ടു എക്സ് ആയിരിക്കണം, ബി ഇസ് ഈക്വൽ ടു വൈ ആയിരിക്കണം. ഇതിനെ എന്ത് പേരിട്ട് വിളിക്കും? ദിസ് ഈസ് കോൾഡ് ഇക്വാലിറ്റി ഓഫ് ഓർഡേർഡ് പെയേഴ്സ്. എന്താണ് ഇക്വാലിറ്റി ഓഫ് ഓർഡേർഡ് പെയേഴ്സ്? അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ശ്രദ്ധിച്ചിരിക്കണേ. എ എന്ന് പറയുന്ന സെറ്റിനകത്ത് പി നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതായത് എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു പി ആണ് എന്ന് വിചാരിക്കുക. എൻ ഓഫ് ബി ഇസ് ഈക്വൽ ടു ക്യൂ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ബിക്കകത്ത് എത്ര എലമെന്റ് ഉണ്ടാവും? അതായത് എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ് എ ക്രോസ് ബി. അതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനകത്തുള്ള എലമെന്റുകളുടെ എണ്ണം എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്? എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി ആണ്. ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി, ദാറ്റ് ഈസ് എൻ ഓഫ് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി. എൻ ഓഫ് എ എന്ന് പറയുന്നത് പി ആണ്, എൻ ഓഫ് ബി ക്യൂ ആണ്. സോ പി ക്യൂ ആണ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. പിടികിട്ടിയോ? അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നേരത്തെ എഴുതി വെച്ചുകൊണ്ട് തന്നെ നോക്കാലോ. ഈ ഒരു നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതിനകത്ത് എൻ ഓഫ് പി എന്താണ്? എൻ ഓഫ് പി എന്ന് പറയുന്നത് പിക്കകത്ത് എത്ര എലമെന്റ് ഉണ്ട്? 3 എലമെന്റുകൾ ഉണ്ട്. എൻ ഓഫ് ക്യൂ എന്താണ്? ക്യൂവിനകത്ത് എത്ര എലമെന്റുകൾ ഉണ്ട്? 2 എലമെന്റുകൾ ഉണ്ട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് പി ക്രോസ് ക്യൂ എന്തായിരിക്കണം? എൻ ഓഫ് പി ക്രോസ് ക്യൂ എന്ന് പറയുന്നത് എൻ ഓഫ് പി ഇൻറ്റു എൻ ഓഫ് ക്യൂ ആയിരിക്കണം. നമ്മളിപ്പോ പഠിച്ചതനുസരിച്ച് എൻ ഓഫ് പി എന്ന് പറയുന്നത് 3, എൻ ഓഫ് ക്യൂ 2. 2 ഇൻറ്റു 3 എത്രയാണ്? 6. ഇപ്പൊ പി ക്രോസ് ക്യൂവിൽ എത്ര എലമെന്റുകൾ ഉണ്ടാവണം? 6 എലമെന്റ്സ് ഉണ്ടാവണം. ഉണ്ടോ നോക്കിക്കോളൂ. 1, 2, 3, 4, 5, 6. കറക്റ്റ് അല്ലേ? പി ക്രോസ് ക്യൂവിൽ എത്ര എലമെന്റുകൾ ഉണ്ട്? 6 എലമെന്റുകൾ ഉണ്ട്. സംഭവം ക്ലിയർ ആണല്ലോ. സോ അപ്പൊ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാം. 2 പ്രോപ്പർട്ടീസ് ആയല്ലോ. തേർഡ് വൺ നോക്കിക്കോളൂ. ഇഫ് എ ആൻഡ് ബി ആർ നോൺ എംപ്റ്റി സെറ്റ് and either A or B is a finite set, then so A cross B. അതായത് കുറച്ചും കൂടെ അവിടെ കംപ്ലീറ്റ് ആവാനുണ്ട്. എയും ബിയും നോൺ എംപ്റ്റി സെറ്റ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം എയ്തർ എ ഓർ ബി എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സെറ്റ് ആണെങ്കിൽ എ ക്രോസ് ബി ഈസ് ഓൾസോ എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. പിയും ക്യൂവും 2 നോൺ എംപ്റ്റി സെറ്റുകളാണ്. പിയും ക്യൂവും 2 സെറ്റുകളാണ്. അതിൽ ഒരെണ്ണം നള്ളാണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റും നള്ളായിരിക്കും. അതേപോലെ ഒരെണ്ണം ഇൻഫിനിറ്റി ആണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റും എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. എ ആൻഡ് ബി ആർ നോൺ എംപ്റ്റി സെറ്റ്സ് സച്ച് ദാറ്റ് എയ്തർ എ ഓർ ബി ഇസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. ഏതെങ്കിലും ഒരെണ്ണം, ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ബി, ഏതെങ്കിലും ഒരെണ്ണം ഇൻഫിനിറ്റി ആണെങ്കിൽ എ ക്രോസ് ബി ഓൾസോ എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. നോട്ട് ചെയ്ത് പഠിക്കണേ. അതിന്റെ നേരെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. പിയും ക്യൂവും 2 സെറ്റുകളാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നൾ സെറ്റ് ആണെങ്കിൽ, പിയിലും ക്യൂവിലും ഏതെങ്കിലും ഒരു സെറ്റ് നൾ സെറ്റ് ആണെങ്കിൽ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എന്തായിരിക്കും? അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്
നൾ സെറ്റ് തന്നെ ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം ഇൻഫിനിറ്റി ആണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് സെറ്റും ആയിരിക്കും. ദെൻ ലാസ്റ്റ് വൺ നോക്കിക്കോളൂ. എ ക്രോസ് എ ഇസ് ഈക്വൽ ടു ഓർഡേർഡ് ട്രിപ്ലറ്റ് എ ബി സി കോമ എ കോമ ബി കോമ സി ബിലോങ്സ് ടു എ വേർ എ ബി സി ഇസ് കോൾഡ് ഓർഡേർഡ് ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? 3 പ്രാവശ്യം അതായത് ഒരു സെറ്റ് ഉണ്ട്, മറ്റൊരു സെറ്റുമായിട്ട് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുത്തു. ഇത് എ ക്രോസ് എ എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു സെറ്റ് അതേ സെറ്റുമായിട്ട് തന്നെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുത്തു. അതിനെ നമ്മൾ അതേ സെറ്റുമായിട്ട് തന്നെ വീണ്ടും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ഓർഡേർഡ് ട്രിപ്ലറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. അതായത് 3 ടൈംസ് ഒരേ സെറ്റ് തന്നെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ, 2 ടൈംസ് ഒരേ സെറ്റ് തന്നെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓർഡേർഡ് ഡബ്ലറ്റ് ആണ് കിട്ടുക. ഓർഡേർഡ് ഡബ്ലറ്റ്, അതിനെ ഓർഡേർഡ് പെയർ എന്ന് തന്നെയാണ് വിളിക്കുക. അത് നമ്മൾ നേരത്തെ കണ്ടതെല്ലാം ഓർഡേർഡ് പെയേഴ്സ് ആണ്. ആ കിട്ടിയ ഉത്തരത്തിനെ, ഓർഡേർഡ് ഡബ്ലറ്റിനെ എ ക്രോസ് എ എന്ന് പറയുമ്പോൾ ഡബ്ലറ്റ് ആയി, അതിനെ ഒരു പ്രാവശ്യം കൂടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഓർഡേർഡ് ട്രിപ്ലറ്റിലേക്ക് വരും. ഓർഡേർഡ് പെയറിൽ നിന്നും ഓർഡേർഡ് ട്രിപ്ലറ്റിലേക്ക് വരും. അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് സെറ്റ് 1 3 ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ക്രോസ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ക്രോസ് എ ഇതാണ് നമ്മുടെ ചോദ്യം. ഫൈൻഡ് എ ക്രോസ് എ. ഓക്കെ, നേരിട്ട് എ ക്രോസ് എയിലേക്ക് പോകാൻ പറ്റില്ല. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യുക. എ ക്രോസ് എ കണ്ടുപിടിക്കാം. എ ക്രോസ് എ ഇസ് ഈക്വൽ ടു, കണ്ടുപിടിച്ചേടാ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. എ ക്രോസ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 3 ക്രോസ് സെറ്റ് 1 3 ഈക്വൽ ടു ആൻസർ എന്താണ് വരിക? 1 1 1 3 3 1 3 3. ഇങ്ങനെ ഓർഡേർഡ് പെയേഴ്സ് ആയിട്ടാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുക. ശരിയാണല്ലോ? എ ക്രോസ് എ ആയി. ഇനി എ ക്രോസ് എ ഈ കിട്ടിയ ആൻസറിനെ നമ്മൾ എന്തുമായിട്ട് കാർട്ടീഷ്യൻ എടുക്കുക? 1 3യുമായിട്ട് കാർട്ടീഷ്യൻ എടുക്കുക. അതായത് എ ക്രോസ് എക്ക് പകരം ഈ ആൻസർ കൊടുക്കുക. 1 1 1 3 3 1 3 3. ഇതാണ് നമ്മുടെ എ ക്രോസ് എക്ക് പകരം എന്ത് കൊടുക്കുക? 1 3 കൊടുക്കുക. ക്ലിയർ ആണല്ലോ? സോ ഇത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കണം. ശരിയല്ലേ? എ എന്ന് പറയുന്ന സെറ്റ് 1 3 അല്ലേ? സോ പറഞ്ഞേ, ഇനി നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്തായിരിക്കും? ഓർഡേർഡ് ട്രിപ്ലറ്റ്സ് ആയിട്ടായിരിക്കും കിട്ടുക. ആദ്യമേ ഈ 1 1 1ഉമായിട്ട് ഓർഡേർഡ് ട്രിപ്ലറ്റ് ഉണ്ടാക്കും. ഇപ്പൊ 1 1 1 എന്ന് കിട്ടും. അതേപോലെ ഈ 1 1 3യുമായിട്ട് അടുത്ത പെയർ ഉണ്ടാക്കും. ഇപ്പൊ 1 1 3 എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് ട്രിപ്ലറ്റ് കിട്ടും. അതെ, എ ക്രോസ് എ എടുക്കുമ്പോൾ നമുക്ക് ട്രിപ്ലറ്റ്സ് ആണ് കിട്ടുക. ശരിയല്ലേ? അതേപോലെ ബാക്കിയുള്ളവരെ എഴുതാലോ. 1 3 1 ഉണ്ടാവും. അതേപോലെ 1 3 3 ഉണ്ടാവും. ശരിയല്ലേ? അതേപോലെ ബാക്കി പറഞ്ഞ മക്കളെ 3 1 1 ഉണ്ടാവും. അതേപോലെ 3 1 3 ഉണ്ടാവും. 3 3 1 ഉണ്ടാവും. അതേപോലെ 3 3 3 ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? എല്ലാ എലമെന്റുകളും കോമയിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, സെറ്റ് അല്ലേ? സോ ഇതാണ് എ ക്രോസ് എ. ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുക? ഓർഡേർഡ് ട്രിപ്ലറ്റ് കണ്ടുപിടിക്കുക. ഇനി എൻ ഓഫ് എ ക്രോസ് എ ഇതിനകത്ത് എത്ര എലമെന്റ് ഉണ്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എൻ ഓഫ് എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എയുടെ ക്യൂബ്. ശരിയാണല്ലോ? എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എക്കകത്ത് എത്ര എലമെന്റ് ഉണ്ടായിരുന്നു? എക്കകത്ത് 2 എലമെന്റുകൾ ഉണ്ടായിരുന്നു. ശരിയല്ലേ? അതായത് 2ന്റെ ക്യൂബ്, 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8. സോ 8 എലമെന്റുകളാണ് ഉണ്ടാവുക. 8 എലമെന്റുകൾ ഉണ്ടോ എന്നുള്ളത് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കോളൂ. 8 എലമെന്റുകൾ ഉണ്ടോ? നോക്കിയേ. 1 2 3 4 5 6 7 8. ക്ലിയർ അല്ലേ? യെസ്. ഇപ്പൊ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ ഒരു അടിസ്ഥാന ധാരണ കിട്ടി. ഇനിയിപ്പോ നമുക്ക് എന്തിലേക്ക് വരാം? സിലബസിൽ ആദ്യം പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. സിലബസിൽ ആദ്യം പറയുന്ന ടോപ്പിക് എന്താണ്? റിലേഷൻ എന്നുള്ള ടോപ്പിക്കാണ് സിലബസിൽ ആദ്യം പറയുന്നത്. നോക്കിയാലോ. ശ്രദ്ധിക്കണേ. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ എന്തായിരിക്കും? സബ്സെറ്റ്. അപ്പൊ അതിനു മുമ്പ് സബ്സെറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി സബ്സെറ്റ് ഒന്ന് നമുക്ക് ആദ്യമേ പറയാം. ഒരു സെറ്റിന്റെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെറ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സെറ്റുകൾ, ഇൻക്ലൂഡിങ് ദാറ്റ് വലിയ സെറ്റ്.
അതിനെയാണ് നമ്മൾ സബ്സെറ്റ്സ് എന്നുള്ള പേരിട്ട് വിളിക്കുക. അതായത് എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സബ്സെറ്റുകൾ എന്താണ് വരിക? സബ്സെറ്റ്സ്. ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സെറ്റുകൾ, ഒരു എലമെന്റ് ഉള്ള സെറ്റ്, സെറ്റ് 1 സെറ്റ് 2, 2 എലമെന്റ് ഉള്ള സെറ്റ് ആ സെറ്റ് തന്നെ. പിന്നെ നൾ സെറ്റും ഉണ്ടാവും. ലോകത്ത് ഏതൊരു സെറ്റ് എടുത്താലും നൾ സെറ്റ് അതിന്റെ സബ്സെറ്റ് ആയിരിക്കും, ആ സെറ്റും അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. അതായത് ചോദ്യം തന്നെ ഉത്തരമായിട്ട് വരുന്ന കേസ് 1 2ന്റെ സബ്സെറ്റ് ആയിട്ട് 1 2 തന്നെ ഉണ്ടാവും. നൾ സെറ്റും എല്ലായ്പ്പോഴും ലോകത്ത് ഏതൊരു സെറ്റ് എടുത്താലും അതിന്റെ സബ്സെറ്റ് ആയിട്ട് ഉണ്ടാവും. ശരിയല്ലേ? 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണത്. ഏതൊക്കെയാണ് ആ പോയിന്റുകൾ? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ മക്കളെ. ഒരു പോയിന്റ് എന്താ? എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ലോകത്ത് ഏത് സെറ്റ് എടുത്താലും ആ സെറ്റ് തന്നെ അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. അതിനെ നമ്മൾ ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ആ സെറ്റ് തന്നെ സബ്സെറ്റ് ആയിട്ട് വരുന്ന സബ്സെറ്റ്. ഇപ്പൊ സെറ്റ് 1 2 എന്ന് പറയുന്ന സബ്സെറ്റ് ഈ സെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇംപ്രോപ്പർ സബ്സെറ്റ് ആണ്. എന്താണ് ഇംപ്രോപ്പർ സബ്സെറ്റ്? ബാക്കിയുള്ള 3 എണ്ണമാണ് പ്രോപ്പർ സബ്സെറ്റുകൾ. പിടികിട്ടിയോ? സോ എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഒന്ന് നോട്ട് ചെയ്തേ. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഏത് സെറ്റ് എടുത്താലും ആ സെറ്റ് തന്നെ അതിന്റെ എന്തായിരിക്കും? ഒരു സബ്സെറ്റ് ആയിരിക്കും. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എന്തായിരിക്കും? ഇറ്റ് സെൽഫ് ആയിരിക്കും. അതേപോലെ നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഏത് സെറ്റ് എടുത്താലും അതിന്റെ സബ്സെറ്റ് ആയിട്ട് ആരുണ്ടാവും? നൾ സെറ്റ് ഉണ്ടാവും. അതും കൂടെ നോട്ട് ചെയ്യാം. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫുമാണ്. അതേപോലെ തന്നെ നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റുമാണ്. ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റ് തന്നെ അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. അതേപോലെ ഏതൊരു സെറ്റ് എടുത്താലും നൾ സെറ്റും അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, സംഭവം പിടി കിട്ടിയോ? യെസ്, നോക്കണേ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പോയിന്റ്, അടുത്ത പോയിന്റ് നോട്ട് ചെയ്യുക. number of subsets of a set with n elements. n elements ഉള്ള ഒരു സെറ്റിൽ എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും? 2n സബ്സെറ്റുകൾ ഉണ്ടാവും. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് വിത്ത് n എലമെന്റ്സ്. n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിൽ എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും? 2n സബ്സെറ്റുകൾ ഉണ്ടാവും. ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് 2 എലമെന്റുകളുള്ള സെറ്റാണ്. അപ്പൊ 2 4 സബ്സെറ്റുകൾ ഉണ്ടാവണം. 4 എണ്ണം ഉണ്ടല്ലോ. 1 2 3 4 സബ്സെറ്റുകൾ ഉണ്ട്. ശരിയല്ലേ? യെസ്, ഇത്രയും പോയിന്റ്സ് അറിഞ്ഞിരിക്കുക. അപ്പൊ ഏത് സെറ്റ് കിട്ടിയാലും സബ്സെറ്റ് എഴുതാൻ അറിഞ്ഞിരിക്കണം. വേറൊരു എക്സാമ്പിളും കൂടെ നോക്കിയാലോ സബ്സെറ്റ് എഴുതാനായിട്ട്? സെറ്റ് 3 2 6. ഇതിന്റെ സബ്സെറ്റ്സ് ഒന്ന് എഴുതിക്കേ. അപ്പൊ ആദ്യമേ തന്നെ എത്ര സബ്സെറ്റ് വരും എന്ന് നമുക്ക് പറയാം. 2 കാർഡിനാലിറ്റി എത്രയാണ്? 3 ആണ്. 2 ക്യൂബ് 8 സബ്സെറ്റുകളാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ശരിയല്ലേ? സോ 8 എണ്ണം എഴുതിക്കേ. ഏതൊക്കെയാണ്? സെറ്റ് 3 ഒരു സബ്സെറ്റ് ആണ്. സെറ്റ് 2 ഒരു സബ്സെറ്റ് ആണ്. സബ്സെറ്റ്സ് ആണ് കേട്ടോ. സെറ്റ് 6 ഒരു സബ്സെറ്റ് ആണ്. സെറ്റ് 3 2 ഒരു സബ്സെറ്റ് ആണ്. 3 6 എന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് ആണ്. 2 6 ഒരു സബ്സെറ്റ് ആണ്. 3 2 6 തന്നെ ഒരു സബ്സെറ്റ് ആണ്. നൾ സെറ്റും ഒരു സബ്സെറ്റ് ആണ്. ശരിയല്ലേ? മൊത്തം 8 എണ്ണം ആയല്ലോ. 3 3 6 2 8. കറക്റ്റ് അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുക? സബ്സെറ്റ് എഴുതുക. ഓക്കെ, ഇതിനകത്ത് ഈ 3 2 6 എന്ന് പറയുന്നത് ഇംപ്രോപ്പർ സബ്സെറ്റ് ആണ്. 5 എന്ന് പറയുന്നത് നൾ സെറ്റും ആണ്. ക്ലിയർ ആണല്ലോ? n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിൽ എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? 2n സബ്സെറ്റ്സ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്താണ് റിലേഷൻ എന്ന് പഠിക്കാം. റിലേഷൻ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണ്. ഓക്കെ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണ്. പഠിച്ചേ, റിലേഷൻ എന്താണ്? റിലേഷൻ എന്താണ്? A relation R from a non-empty set A to a non-empty set B is the subset of the Cartesian product A cross B. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡെഫിനിഷൻ തന്നെ എക്സാമിന് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് തന്നിട്ട് റിലേഷന്റെ ഡെഫിനിഷൻ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്.
റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ്, ശ്രദ്ധിച്ചിരിക്കുക, റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ റിലേഷൻ ഈസ് ദി സബ്സെറ്റ് ഓഫ് ബി ക്രോസ് എ എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഐഡന്റിഫൈ ചെയ്യാനായിരുന്നു നമ്മുടെ ചോദ്യം. മുൻപ് പ്രാവശ്യം കേരള PSC ചോദിച്ചതാണ്. അതുകൊണ്ട് ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കുക. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ, ഇതേപോലെ തന്നെ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ്സും ഡെഫിനിഷനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. കാരണം അവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടായിരിക്കും ബാക്കിയുള്ള ഓപ്ഷൻസ് ഉണ്ടാക്കുക. അപ്പം വ്യക്തമായിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഐഡന്റിഫിക്കേഷൻ ഒരു ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഉണ്ടാവരുത്. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ, അത് എ ക്രോസ് ബി തന്നെ ആയിരിക്കണം. എ ക്രോസ് ബി എന്ന് പറയുന്നത് ബി ക്രോസ് എക്ക് ഈക്വൽ അല്ല. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്താണ്? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കണം. പഠിച്ചു വെച്ച എല്ലാവരും. ദ റിലേഷൻ ക്യാപിറ്റൽ ആർ, ശ്രദ്ധിച്ചിരിക്കണേ, ദ റിലേഷൻ ക്യാപിറ്റൽ ആർ ഫ്രം എ നോൺ എംപ്റ്റി സെറ്റ് എ to a non-empty set B is the subset of the Cartesian product A cross B. Subset of the Cartesian product A cross B. ഓക്കെ അല്ലേ? ഇനി ആ സബ്സെറ്റ് എന്ന് പറയുന്നത് ആ ഓർഡേർഡ് പെയറിലുള്ള എലമെന്റുകളാണല്ലോ എ ബി എന്ന് പറയുന്നത്. ഓർഡേർഡ് പെയറിനകത്തുള്ള ജനറലൈസ് ചെയ്യുന്ന എലമെന്റ് ആണ് എ ബി അല്ലെ? ഈ എയും ബിയും തമ്മിൽ ഏതെങ്കിലും ഒരു ബന്ധം, ഏതെങ്കിലും ഒരു റിലേഷൻ, ഉദാഹരണം എ ഈക്വൽ ടു ബി പ്ലസ് 3, ഇതൊരു എയും ബിയും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. അല്ലെങ്കിൽ എ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ, എയും ബിയും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. അത് ഏത് കണക്ഷനും ആയിക്കോട്ടെ. അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് എന്താണ്, LCM ഓഫ് ബി ആൻഡ് 3 ആണ്. ഇതൊരു കണക്ഷനാണ്. എയും ബിയും തമ്മിലുള്ള എന്ത് കണക്ഷനും ആയിക്കോട്ടെ, അത് ആസ് പെർ ദ ക്വസ്റ്റ്യൻ ഡിഫേഴ്സ്. ക്വസ്റ്റ്യൻ മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ആ എയും ബിയും തമ്മിലുള്ള ഏതെങ്കിലും ഒരു കണക്ഷൻ വെച്ചിട്ട് ആ കണക്ഷൻ ഒബേ ചെയ്യുന്ന എലമെന്റുകളായിരിക്കും എന്തിനകത്ത് ഉണ്ടാവുക, ആ ഒരു റിലേഷനകത്ത് ഉണ്ടാവുക. അതിനെയാണ് റിലേഷൻ, ഒരു ബന്ധം. എയും ബിയും തമ്മിൽ ഒരു ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടുന്നു. ആ ബന്ധം ഒബേ ചെയ്യുന്ന ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനകത്തുള്ള എലമെന്റുകൾ മാത്രമായിരിക്കും ആ റിലേഷന് ഉള്ളിലുണ്ടാവുക. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റിൽ വരുന്ന ആര് വേണമെങ്കിലും റിലേഷനുള്ളിൽ വരാം. ആ റിലേഷനുള്ളിൽ വരുന്ന എലമെന്റുകളിനകത്തുള്ള ഓർഡേർഡ് പെയറുകളിലെ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും തമ്മിൽ പൊതുവായ ഒരു റിലേഷൻ കാത്തു സൂക്ഷിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള എലമെന്റുകൾ മാത്രമാണ് ആ റിലേഷനുള്ളിൽ, ആ ഒരു പെർട്ടിക്കുലർ റിലേഷനുള്ളിൽ വരിക. കിട്ടിയോ? സോ സബ്സെറ്റ് ഈസ് ഡിറൈവ്ഡ് ബൈ ഡിസ്ക്രൈബിംഗ് എ സർട്ടൈൻ റിലേഷൻഷിപ്പ്. ആ എന്താണ് റിലേഷൻ എന്നുള്ളത് ക്വസ്റ്റ്യൻ ടു ക്വസ്റ്റ്യൻ മാറിക്കൊണ്ടിരിക്കും. ബിറ്റ്വീൻ ദ ഫസ്റ്റ് എലമെന്റ് ആൻഡ് സെക്കൻഡ് എലമെന്റ് ഓഫ് ദ ഓർഡേർഡ് പെയർ ഇൻ എ ക്രോസ് ബി. എ ക്രോസ് ബിയിലെ ഓർഡേർഡ് പെയർ ആയ എ ബിയിൽ എയും ബിയും തമ്മിൽ ഏതെങ്കിലും ഒരു റിലേഷൻ വെച്ചുകൊണ്ടായിരിക്കും എന്തുണ്ടാവുക, ആ ഒരു റിലേഷനെ ഡിഫൈൻ ചെയ്യുന്നുണ്ടാവുക. പിടികിട്ടിയോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? റിലേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, ഇനി റിലേഷന്റെ ടൈപ്സ് ആണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. നോക്കാം നമുക്ക്. അതിനു മുമ്പ് റിലേഷനകത്തുള്ള എലമെന്റുകളെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. ഓക്കെ, സോ ഒരു റിലേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ റിലേഷനകത്ത് ഓർഡേർഡ് പെയർസ് ആയിരിക്കും ഉണ്ടാവുക എന്ന് നമുക്കറിയാം. ഒരു ഓർഡേർഡ് പെയർ എ ബി ഒരു റിലേഷനകത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. ആ റിലേഷനകത്ത് സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റിന്റെ ഇമേജ് ആയിരിക്കും. ഓക്കെ, അതായത് ഇമേജ് ഓഫ് എ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ബി. ഇമേജ് ഓഫ് എ ആയിരിക്കും ബി. സെക്കൻഡ് എലമെന്റ് ഈസ് കോൾഡ് ഇമേജ് ഓഫ് ദ ഫസ്റ്റ് എലമെന്റ്. സെക്കൻഡ് എലമെന്റിനെ വിളിക്കുന്ന പേരെന്താണ്? ഇമേജ് ഓഫ് ഫസ്റ്റ് എലമെന്റ്. ഓക്കെ, തിരിച്ചും പറയാട്ടോ. ഫസ്റ്റ് എലമെന്റ് ഈസ് കോൾഡ് പ്രീ ഇമേജ് ഓഫ് ദ സെക്കൻഡ് എലമെന്റ്. എ എന്ന് പറയുന്നത് പ്രീ ഇമേജ് ഓഫ് ബി എന്നും വിളിക്കാം. പ്രീ ഇമേജ് ഓഫ് ബി. ഫസ്റ്റ് എലമെന്റ് ഈസ് കോൾഡ് പ്രീ ഇമേജ് ഓഫ് ദ സെക്കൻഡ് എലമെന്റ്. അറിഞ്ഞു വെക്കണേ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി ഒരു റിലേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ റിലേഷനകത്ത് കുറച്ച് എലമെന്റുകൾ ഉണ്ട്. ആ എലമെന്റുകൾ ഓർഡേർഡ് പെയർസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആ ഓർഡേർഡ് പെയർസ് എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റുകളിൽ വരുന്ന എലമെന്റ് ആണ്. എയും ബിയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ചില ആൾക്കാരെ മാത്രമേ നമ്മൾ റിലേഷനകത്ത് ഉൾപ്പെടുത്തുകയുള്ളൂ. ആ റിലേഷനകത്തുള്ള ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ ഡൊമൈൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. റിലേഷനകത്തുള്ള ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷൻ. ഓക്കെ,
ആ റിലേഷൻ ഓർഡേഡ് പെയർ ആണ്. ആ ഓർഡേഡ് പെയറിനകത്തുള്ള ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷൻ. സപ്പോസ് ഒരു റിലേഷൻ എന്ന് പറയുന്നത് 1 3 2 4 ആണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് വിചാരിക്കുക. ഈ റിലേഷന്റെ ഡൊമൈൻ എന്തായിരിക്കും? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ റിലേഷനകത്തുള്ള ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷൻ 1ഉം 2ഉം ആയിരിക്കും നമ്മുടെ ഡൊമൈൻ. ഈ റിലേഷനകത്ത് സെക്കൻഡ് എലമെന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ റേഞ്ച് എന്നുള്ള പേരിട്ട് വിളിക്കുക. സെക്കൻഡ് എലമെന്റുകൾ എന്ന് പറഞ്ഞാൽ 3ഉം 4ഉം. 3ഉം 4ഉം ആയിരിക്കും നമ്മുടെ റേഞ്ച്. ഓക്കെ, റിലേഷനകത്തുള്ള ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ ആ റിലേഷന്റെ ഡൊമൈൻ എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. റിലേഷനകത്തുള്ള സെക്കൻഡ് എലമെന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ ആ റിലേഷന്റെ റേഞ്ച് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, സംഭവം പിടി കിട്ടിയോ? The set of all second elements in a relation R is called range of the relation R. സെക്കൻഡ് എലമെന്റുകളുടെ കളക്ഷൻ ആണ് റേഞ്ച്. റിലേഷനകത്തുള്ള ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷൻ ആണ് ഡൊമൈൻ. ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷൻ ഡൊമൈന്, സെക്കൻഡ് എലമെന്റുകളുടെ കളക്ഷൻ എന്താണ്? റേഞ്ച്. ഇനി എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യപ്പെട്ട റിലേഷൻ, എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യപ്പെട്ട റിലേഷൻ ആണെങ്കിൽ ആ ബി സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. എന്താണ്? കോഡൊമൈൻ. ആ റിലേഷൻ ലോകത്ത് ഏതൊരു റിലേഷൻ ആയിക്കോട്ടെ, ആ റിലേഷൻ എല്ലായ്പ്പോഴും ഈ കോഡൊമൈനിന്റെ സബ്സെറ്റോ ചില കേസുകളിൽ കോഡൊമൈനിന് ഈക്വലോ ആവാം. ഓക്കെ, അതായത് റിലേഷൻ ഈസ് കോഡൊമൈനെ നമ്മൾ സി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക, റിലേഷനെ നമ്മൾ ക്യാപിറ്റൽ ആർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. എ റിലേഷൻ ഈസ് ഓൾവേസ് സബ്സെറ്റ് ഓർ ഇൻ സം ടൈംസ് ഈക്വൽ ടു ദ കോഡൊമൈൻ. ഇവിടെ ഈക്വൽ ഉണ്ട് കേട്ടോ. റിലേഷൻ എന്ന് പറയുന്നത് കോഡൊമൈൻ ഈക്വൽ ആവാം. റിലേഷനും കോഡൊമൈനും ഈക്വൽ ആണെങ്കിൽ യൂണിവേഴ്സൽ റിലേഷൻ എന്നൊക്കെ വിളിക്കും. ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ദ ഹോൾ സെറ്റ് ബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോഡൊമൈൻ ഓഫ് എ റിലേഷൻ ആർ. എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു റിലേഷൻ ആണെങ്കിൽ ആ ബി എന്ന മുഴുവൻ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോഡൊമൈൻ. ബി എന്ന മുഴുവൻ സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോഡൊമൈൻ. അപ്പൊ റിലേഷനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യാർഹിതമായ 4 വാക്കുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ട 4 വാക്കുകൾ? ഒരു റിലേഷനിലെ 4 വാക്കുകൾ നമുക്ക് നല്ല രീതിയിൽ പരിചയം ഉണ്ടായിരിക്കണം. അതെന്താണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു കൺഫ്യൂഷനും ഉണ്ടാവരുത്. ഇമേജ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഒരു എലമെന്റിന്റെ ഇമേജ് എന്താണ്, അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ പ്രീ ഇമേജ് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അപ്പൊ ഇമേജ് എന്ന വാക്ക് ഒരു റിലേഷനിൽ നിങ്ങൾക്ക് സുപരിചിതമായ വാക്കായിരിക്കണം. അതേപോലെ ഒരു റിലേഷന്റെ ഡൊമൈൻ എന്താണ്, അതേപോലെ റിലേഷന്റെ റേഞ്ച് എന്താണ്, ഈ 2 വാക്കുകളും സുപരിചിതമായിരിക്കണം. അത് ക്ലിയർ ആയിട്ട് ഒരു റിലേഷൻ നോക്കി പറയാൻ നിങ്ങൾക്ക് പറ്റണം. അതേപോലെ തന്നെ ഒരു റിലേഷന്റെ കോഡൊമൈൻ എന്താണ്, ഓക്കെ, റിലേഷന്റെ കോഡൊമൈൻ എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ 4 വാക്കുകൾ ഏതൊക്കെയാണ്? ഇമേജ്, ഡൊമൈന്, കോഡൊമൈന്, റേഞ്ച്. ഇത്രയും കാര്യങ്ങൾ, ഈ 4 വാക്കുകൾ വ്യക്തമായിട്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഏതൊരു റിലേഷൻ കിട്ടിയാലും. ഓക്കെ, ഈ കോഡൊമൈൻ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളല്ല, റിലേഷൻ ആണ്. ചില ടൈപ്പിലുള്ള റിലേഷൻ ആണ് അടുത്തത് ഫംഗ്ഷൻ ആയിട്ട് മാറുക. ഫംഗ്ഷൻ പഠിക്കുമ്പോൾ, ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ അവിടെ ഓൺ ടു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നിങ്ങൾ പഠിക്കും. അത് ഈ കാണുന്ന കോഡൊമൈനും റേഞ്ചും തമ്മിൽ ഈക്വൽ ആവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ ഓൺ ടു ഫംഗ്ഷൻസ് എന്നുള്ള പേരിട്ട് വിളിക്കുക. അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അവിടെയും ഫംഗ്ഷൻസിലും വളരെ എന്താണ്, എനിക്ക് ഡൽഹിയിൽ ഉണ്ടടാ പിടി എന്നൊക്കെ പറയുന്ന പോലെ ഫംഗ്ഷൻസിലും ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉള്ള ആളാണ് കോഡൊമൈൻ. ഓക്കെ, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കുക, ശ്രദ്ധിച്ചിരിക്കണേ. ഇനി അടുത്ത ഒരു സാധാരണഗതിയിൽ നമുക്ക് കേരള PSC ചോദ്യം ചോദിക്കാറുള്ള വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ചോദ്യം, സ്ഥിരമായിട്ട് കേരള PSC ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അതായത് നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. എ സെറ്റിൽ നിന്നും ബി സെറ്റിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം. ഓക്കെ, 2n of a into n of b ആണ്. അതായത് എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം എന്ന് പറയുന്നത്, എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ് ഉണ്ടാക്കാൻ പറ്റും? നമ്പർ ഓഫ് സബ്സെറ്റ്സ് 2n ആണ്. 2n of a cross b ആണെന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. n of a cross b എന്താണെന്ന് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ പഠിച്ചു. എന്താണ്? n of a into n of b ആണ്. n of a p യും n of b q ആണെങ്കിൽ 2pq എന്നൊക്കെ എഴുതാം. ഓക്കെ, സോ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം
വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. ഇത് PSC ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. PSC ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് 2n of a into n of b ആണ്. 2n of a into n of b. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. എ സെറ്റിൽ നിന്നും ബി സെറ്റിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം. എ സെറ്റിൽ നിന്നും ബി സെറ്റിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം എന്താണ്? 2n of a into n of b ആണ്. അതെല്ലാവരും പഠിച്ചേടാ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എ സെറ്റിൽ പ്രീവിയസ് വന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടെ. n of a എന്ന് പറയുന്നത് 3ഉം 2ഉം ആണ്. അവർ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ചോദിച്ചിട്ടുള്ള 1-2 ഞാൻ പറയാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം അല്ലെ. n of a എന്ന് പറയുന്നത് 3 ആണ്. n of b എന്ന് പറയുന്നത് 2 ആണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. ഫൈൻഡ് ദ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. ഓക്കെ, കണ്ടുപിടിച്ചേ. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം എന്താണ്? 2n of a into n of b ആണ്. സോ 2 into 2. 2 വരും ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 2 ചിലപ്പം നമുക്ക് ചിലപ്പോൾ 2 എന്ന് തന്നെയായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഇതിന്റെ വാല്യൂ ആയിരിക്കും, ഇതിന്റെ ഉത്തരമായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2³ into 2³ ആണ് അല്ലെ. അതായത് 8 into 8 ആണ്. ആൻസർ എത്രയാണ്? 64 ആണ് നമുക്ക് ആൻസർ വരിക. 64 എന്നുള്ള ആൻസർ ആയിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ 2 എന്ന് തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി n of a എന്ന് പറയുന്നത് 2 ആണ്. n of b എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻസിൽ അവർ വാല്യൂ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് 512, 1024, 216, 64. പെട്ടെന്ന് കണ്ടുപിടിച്ച മക്കളെ, പെട്ടെന്ന് കണ്ടുപിടിച്ച ആൻസർ പറഞ്ഞേ. പെട്ടെന്ന് കണ്ടുപിടിച്ച ആൻസർ പറഞ്ഞേ. ഫൈൻഡ് നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം. എ സെറ്റിനകത്ത് 2 എലമെന്റുകൾ ഉണ്ട്. ബി സെറ്റിനകത്ത് 5 എലമെന്റുകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻസ് ഫ്രം എ ടു ബി. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ ബി 1024 ആണ് നമുക്ക് ആൻസർ കിട്ടുക അല്ലെ. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എന്താണ്? നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം 2n of a into n of b ആണ് അല്ലെ. 2n of a into n of b ആണ്. That's equal to 2 into 5. 210 1024 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ അല്ലേ? സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് നോക്കാം? ഈ റിലേഷൻ എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ്. റിലേഷന്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്കറിയാം റിലേഷൻ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, സബ്സെറ്റിനെ കുറിച്ച് ഒരു പോയിന്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് ആൻഡ് നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ശരിയല്ലേ? സോ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണെന്നറിയാം. ഈ സബ്സെറ്റുകളിൽ ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റുകൾ എഴുതുമ്പോൾ ഈ 2 പോസിബിലിറ്റി എന്തായാലും ഉണ്ടല്ലോ. ചിലപ്പം അത് നൾ സെറ്റ് ആവാം, അല്ലെങ്കിൽ ആ ചോദ്യം തന്നെ ഉത്തരമായിട്ട് വരുന്ന കേസും ആവാം. അതായത് എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് കേസും സബ്സെറ്റ് എഴുതുമ്പോൾ വരാം. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് കേസും സബ്സെറ്റ് എഴുതുമ്പോൾ വരാം. ഈ 2 കേസുകളെ വെച്ചുകൊണ്ട് നമുക്ക് രണ്ടായിട്ട് റിലേഷനെ തിരിക്കാം. അതായത് ശ്രദ്ധിച്ച് കേൾക്കണം മക്കളെ. റിലേഷൻ ഫ്രം എ ടു ബി എന്ന് പറയുന്നത്, എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണ്.
ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. ഈ സബ്സെറ്റുകൾക്കകത്ത് നൾ സെറ്റും വരാം, ആ സെറ്റും വരാം. ശരിയല്ലേ? ചോദ്യം തന്നെ ഉത്തരമാവുന്ന കേസ്, അതാണ് ഇംപ്രോപ്പർ കേസ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് കേസും വരാം, നൾ സെറ്റ് കേസും വരാം. നൾ സെറ്റ് കേസ് ആണ് റിലേഷൻ ആയിട്ട് വരുന്നതെങ്കിൽ ആ റിലേഷനെ നമ്മൾ എം ടി റിലേഷൻ എന്ന് വിളിക്കും. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് കേസ് ആണ് വരുന്നതെങ്കിൽ ആ റിലേഷനെ നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കും. അതായത് ആ റിലേഷൻ നൾ സെറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ, കാരണം ആ സബ്സെറ്റുകളിൽ നൾ സെറ്റിന്റെ പോസിബിലിറ്റി ഉണ്ട്, പിന്നെ എന്താണ്, ആ സെറ്റ് തന്നെ സബ്സെറ്റ് ആവുന്ന പോസിബിലിറ്റി ഉണ്ട്. ആ സെറ്റ് തന്നെ സബ്സെറ്റ് ആവുന്ന പോസിബിലിറ്റി ആണ് നമ്മുടെ റിലേഷൻ എങ്കിൽ ആ റിലേഷനെ, കാരണം റിലേഷൻ ഇസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി, ആ സബ്സെറ്റ് തന്നെയാണ് റിലേഷൻ ആയിട്ട് വരുന്നതെങ്കിൽ അതിനെ യൂണിവേഴ്സൽ റിലേഷൻ എന്നും, അതായത് ആ സെറ്റ് തന്നെ സബ്സെറ്റ് ആവുകയും അത് റിലേഷൻ ആവുകയുമാണെങ്കിൽ അതിനെ യൂണിവേഴ്സൽ റിലേഷൻ എന്നും, നൾ സെറ്റ് സബ്സെറ്റ് ആവുകയും അത് റിലേഷൻ ആവുകയുമാണെങ്കിൽ അതിനെ നമ്മൾ നൾ റിലേഷൻ എന്നും വിളിക്കും. ഓക്കെ, അഥവാ എം ടി റിലേഷൻ എന്നും വിളിക്കും. പിടികിട്ടിയോ? അതാണ് ബേസിക് രണ്ട് ക്ലാസിഫിക്കേഷൻ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യാർഹിതമായത് 3 ക്ലാസിഫിക്കേഷൻസ് വേറെ ഉണ്ട്. അതാണ് റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. അതിന് മുൻപായിട്ട് ഈ രണ്ടെണ്ണം ഒന്ന് അറിഞ്ഞിരിക്കണം. നോക്കിക്കേ മക്കളെ, ടൈപ്സ് ഓഫ് റിലേഷൻസ്. ദ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് കോൾഡ് എം ടി റിലേഷൻ. എം ടി റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റിലേഷൻ എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിരിക്കണം. നൾ സെറ്റ് എന്ന് പറയുന്നത് എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. ഇവിടെ എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, എ റിലേഷൻ ഫ്രം എ ടു എ ഷുഡ് ബി എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. ആ റിലേഷൻ നൾ സെറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എം ടി റിലേഷൻ അഥവാ നൾ റിലേഷൻ അഥവാ വോയിഡ് റിലേഷൻ എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി ആ റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് എ തന്നെയാണെങ്കിൽ എ ക്രോസ് എയുടെ തന്നെ സബ്സെറ്റ് ആയിട്ട് വരുന്ന കേസ് ഉണ്ട്. എ ക്രോസ് എയുടെ സബ്സെറ്റ് എ ക്രോസ് എ ആവുന്ന കേസ് ഉണ്ടല്ലോ. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. അതാണ് റിലേഷൻ ആവുന്നതെങ്കിൽ അതിനെ നമ്മൾ ഏത് പേരിട്ട് വിളിക്കും? യൂണിവേഴ്സൽ റിലേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കും. എന്താണ് യൂണിവേഴ്സൽ റിലേഷൻ? ദ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് കോൾഡ് യൂണിവേഴ്സൽ റിലേഷൻ. എവരി എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എവരി എലമെന്റ് ഓഫ് എ. ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു എ ക്രോസ് എ. ഓക്കെ, ഈ രണ്ട് കേസുകൾ ട്രിവിയൽ ആണ്. അല്ലാണ്ട് നമുക്ക് 3 കേസുകളുണ്ട്. അതാണ് എക്സാമിന് കൂടുതലും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുക. നോക്കുക ഏതൊക്കെയാണ്? റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഇത് 3 ആവുന്ന റിലേഷനെയാണ് ഇക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കുക. അതിലേക്ക് വരാം. അതിനു മുൻപ് ഇവരെ 3 പേരെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് റിഫ്ലക്സീവ്? ശ്രദ്ധിച്ചിരിക്കണേ. ഒരു റിലേഷനകത്ത് ഒരു എലമെന്റിൽ നിന്ന് അതേ എലമെന്റിലേക്ക് തന്നെ റിലേഷൻ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സീവ്. അതായത് എ റിലേറ്റഡ് ടു എ. ഇതിങ്ങനെയാണ് വായിക്കുക, എ ക്യാപിറ്റൽ ആർ എ എന്ന്. ഇതെങ്ങനെയാണ് വായിക്കുക? എ റിലേറ്റഡ് ടു എ എന്ന് വായിക്കണം. എങ്ങനെ വായിക്കണം? എ റിലേറ്റഡ് ടു എ ഫോർ ഓൾ സ്മോൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ഇതാണ് കണ്ടീഷൻ എങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ദാറ്റ് ഈസ് എ റിഫ്ലക്സീവ് റിലേഷൻ. എയിൽ നിന്ന് എയിലേക്ക് തന്നെ റിലേഷൻ ഉണ്ടെങ്കിൽ ആ റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റിഫ്ലക്സീവ് റിലേഷൻ. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. എയിൽ നിന്ന് എയിലേക്ക് തന്നെ റിലേഷൻ ഉണ്ടെങ്കിൽ ആ റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സീവ് റിലേഷൻ. ഓക്കെ, ഇനി A1-ൽ നിന്ന് A2-ലേക്ക് റിലേഷൻ ഉണ്ട്, തിരിച്ച് A2-ൽ നിന്ന് A1-ലേക്കും റിലേഷൻ ഉണ്ടെങ്കിൽ, അതായത് A1-ൽ നിന്ന് A2-ലേക്ക് ഒരു റിലേഷൻ ഇംപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് റിവേഴ്സ്ലി ഇംപ്ലൈ ദാറ്റ് തിരിച്ച് A2-ൽ നിന്ന് A1-ലേക്കും ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? സിമെട്രിക് റിലേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കാം. അതായത് A1 റിലേറ്റഡ് ടു A2 ഷുഡ് ഇംപ്ലൈ ദാറ്റ് A2 റിലേറ്റഡ് ടു A1 ആയിരിക്കണം ഫോർ ഓൾ A1, A2 എവിടെയുള്ള ആളായിരിക്കണം? ബിലോങ്സ് ടു എ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? സിമെട്രിക് റിലേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. അതായത് A1-ൽ നിന്ന് A2-ലേക്ക് റിലേഷൻ ഉണ്ടെങ്കിൽ തിരിച്ച് A2-ൽ നിന്നും A1-ലേക്കും റിലേഷൻ ഉണ്ടാവണം. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അങ്ങനെയാണെങ്കിൽ എന്താണ്? അത് സിമെട്രിക് റിലേഷൻ ആണ്. ഓക്കെ, ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ A1-ൽ നിന്ന് A2-ലേക്ക് ഒരു റിലേഷൻ ഉണ്ട് ആൻഡ് A2-ൽ നിന്ന് A3-ലേക്ക് ഒരു റിലേഷൻ ഉണ്ട്. ഇത് രണ്ടും ഉള്ളപ്പോൾ ഇത് രണ്ടും മറ്റൊരു കാര്യം കൂടി ഇംപ്ലൈ ചെയ്യണം. എന്താണ്? A1-ൽ നിന്നും A3-ലേക്ക് കൂടെ ഒരു റിലേഷൻ ഉണ്ട് എന്ന് ഇംപ്ലൈ ചെയ്യണം ഫോർ ഓൾ A1, A2, A3 ബിലോങ്സ് ടു എ. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷനെ നമ്മൾ ഏത് പേരിട്ട് വിളിക്കും? ദാറ്റ് ഈസ് എ ട്രാൻസിറ്റീവ് റിലേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കും. എന്താണ്? ട്രാൻസിറ്റീവ് റിലേഷൻ.
A1, A2 belongs to the relation and A2, A3 belongs to the relation should imply that A1, A3 should also belongs to that relation. Then that relation is called a transitive relation. Okay. റിഫ്ലക്സീവ് പഠിച്ചു, സിമെട്രിക് പഠിച്ചു, ട്രാൻസിറ്റീവ് പഠിച്ചു. ഓക്കെ. നമ്മൾ പഠിക്കുന്ന കാലത്ത് എല്ലായ്പ്പോഴും എന്തായിരിക്കണം? റിഫ്ലക്സീവ് ആയിരിക്കണം. സ്വന്തം കാര്യം നോക്കാൻ പഠിക്കണം. ഓക്കെ. അതായത് എയിൽ നിന്ന് എയിലേക്ക് തന്നെ റിലേഷൻ ഉണ്ടാവണം. ഓക്കെ. പിന്നെ ഒരു ഫാമിലി റിലേഷനിലേക്ക് വരുമ്പോൾ എന്തായിരിക്കണം? സിമെട്രിക് ആയിരിക്കണം. A1-ൽ നിന്ന് A2-ലേക്ക്, തിരിച്ച് A2-ൽ നിന്ന് A1-ലേക്ക്. ജീവിതത്തിൽ ഒരിക്കലും ഏത് റിലേഷന് പോകാതിരിക്കുക? ട്രാൻസിറ്റീവ് റിലേഷന് പോകാതിരിക്കുക. ചുമ്മാ പറഞ്ഞാണ്, ഓർത്തിരിക്കാൻ വേണ്ടി. A1-ൽ നിന്ന് A2-ലേക്ക് റിലേഷൻ, A2-ൽ നിന്ന് A3-ലേക്ക്, ജെൻസിയിലൊക്കെ കൂടുതൽ ട്രാൻസിറ്റീവ് ആണ്. A1-ൽ നിന്ന് A2-ലേക്ക്, A2-ൽ നിന്ന് A3-ലേക്ക്, A1-ൽ നിന്ന് A3-ലേക്ക് ഉണ്ടാവാം. ഓക്കെ. സോ ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ലൈഫുമായിട്ട് ഭയങ്കര കണക്ട് ചെയ്ത് നിൽക്കുന്ന ടോപ്പിക്കാണ്. നമ്മൾ ഗെയിംസ് നോക്കുകയാണെങ്കിൽ ചെസ് ലൈഫുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉള്ളൊരു, ചെസ് കളിക്കുന്നവർക്ക് അറിയാം. ചെസ് ലൈഫുമായിട്ട് ഭയങ്കര ലിങ്ക്ഡ് ആണ്. നമ്മുടെ ലൈഫുമായിട്ട് ഭയങ്കര ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അതേപോലെ എനിക്ക് മാത്സ് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടല്ലോ എന്ന് തോന്നുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന, ആ പേരും അതേപോലെ തന്നെയാണ് കേട്ടോ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ. സോ എന്താണ് റിഫ്ലക്സീവ്, എന്താണ് ട്രാൻസിറ്റീവ്, എന്താണ് സിമെട്രിക്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. എയിൽ നിന്ന് എയിലേക്ക് തന്നെ, എ റിലേറ്റഡ് ടു എ ആണെങ്കിൽ അതിനെയാണ് റിഫ്ലക്സീവ് എന്ന് വിളിക്കുക. A1 റിലേറ്റഡ് ടു A2 ഷുഡ് ഇംപ്ലൈ ദാറ്റ് A2 റിലേറ്റഡ് ടു A1 ആണെങ്കിൽ എന്താണ്? സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? A1ഉം A1 റിലേറ്റഡ് ടു A2, A2 റിലേറ്റഡ് ടു A3 ആണെങ്കിൽ, A1 റിലേറ്റഡ് ടു A3 ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസിറ്റീവ്. ക്ലിയർ അല്ലേ? ഇനി ഒരു റിലേഷൻ ഇത് മൂന്നും ആവുകയാണെങ്കിൽ, റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും, ഒരു റിലേഷൻ ഇത് മൂന്നും ആവുകയാണെങ്കിൽ ആ റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിവലൻസ് റിലേഷൻ. എന്താണ്? ഇക്വിവലൻസ് റിലേഷൻ. ഓക്കെ. നോക്കിക്കേ, എ റിലേഷൻ R is said to be an equivalence relation. It is reflexive, symmetric and transitive. ഇക്വിവലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റിലേഷൻ എന്തൊക്കെയായിരിക്കണം? ആ റിലേഷൻ റിഫ്ലക്സീവ് ആയിരിക്കണം, ആ റിലേഷൻ സിമെട്രിക് ആയിരിക്കണം, ആ റിലേഷൻ ട്രാൻസിറ്റീവും ആയിരിക്കണം. ഓക്കെ. ഇനി നമ്പർ ഓഫ് റിലേഷൻസിന്റെ, പർട്ടിക്കുലർലി ജനറലി എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം 2n of A into n of B ആണ്. ഇനി റിഫ്ലക്സീവ് റിലേഷനും സിമെട്രിക് റിലേഷനും, റിഫ്ലക്സീവ് ആൻഡ് സിമെട്രിക് റിലേഷനും സെപ്പറേറ്റ് ഫോർമുലാസ് ഉണ്ട്. ഓക്കെ, നോട്ട് ചെയ്ത് പഠിച്ചു വെക്കാം. നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻസ് ഓഫ് എ സെറ്റ് വിത്ത്, അത് ആ സെറ്റിൽ നിന്ന് ആ സെറ്റിലേക്കുള്ള റിലേഷൻ തന്നെ ചോദിക്കുള്ളൂ എക്സാമിന്. അതിന് മാത്രമേ ഫോർമുല നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ട്രാൻസിറ്റീവ് റിലേഷന് ഫോർമുല കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതല്ല, അത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പം പ്രൈം നമ്പേഴ്സിന്റെ സമ്മിന് നമുക്കൊരു ഫോർമുല പറയാൻ പറ്റില്ലല്ലോ, കാരണം പ്രൈം നമ്പർ ഒരു പ്രോഗ്രഷൻ ഫോളോ ചെയ്യുന്നില്ലല്ലോ. ശരിയല്ലേ? ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ലല്ലോ പ്രൈം നമ്പേഴ്സ്. ശരിയല്ലേ? അതുകൊണ്ട് ഇപ്പം നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിലും ജോമെട്രിക് പ്രോഗ്രഷൻ ആണെങ്കിലും ഏതെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ നമുക്ക് സമ്മിനൊക്കെ ഇക്വേഷൻ പറയാം. ജനറലൈസ് ചെയ്തൊരു എന്നിലുള്ള ഒരു ഇക്വേഷൻ പറയാം. അതേപോലെ റിഫ്ലക്സീവിനും സിമെട്രിക്കും ഒക്കെ, ബോത്ത് റിഫ്ലക്സീവ് ആൻഡ് സിമെട്രിക്കിനും ഒക്കെ നമുക്ക് ഇക്വേഷൻ പറയാം. ട്രാൻസിറ്റീവ് ഈസ് ജസ്റ്റ് കൗണ്ടബിൾ ഓൺലി, എണ്ണി എടുക്കാനേ പറ്റുള്ളൂ, ഒരിക്കലും ഫോർമുല ആയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് പഠിച്ചു വെക്കുക. നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻ, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എക്സാമിന് PSC ഒരു പ്രാവശ്യം ചോദിച്ചത് സിമെട്രിക് റിലേഷൻ ആണ്. ഒരു ടെക്നിക്കൽ PSC എക്സാമിന് തന്നെ ചോദിച്ചതാണ്. ഓക്കെ, ഫോർമുല അറിഞ്ഞില്ലെങ്കിൽ അന്നേരം നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ചെയ്യാൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, റിഫ്ലക്സീവ് റിലേഷൻ എന്താണ്? 2n² - n ആണ് നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻ. ഓക്കെ, ഒരു സെറ്റിനകത്ത് നോക്കുക, രണ്ട് എലമെന്റ് ഉള്ള ഒരു സെറ്റ് ആണെന്ന് വെച്ചോളൂ. N of A എന്ന് പറയുന്നത് 4 എലമെന്റ് കൊടുക്കാം. 4 എലമെന്റുകൾ ഉള്ള ഒരു സെറ്റ് ആണെന്ന് വെച്ചോളൂ. ഇത് മൂന്നൊന്ന് കണ്ടുപിടിച്ചേ. നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻ, നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻ, നമ്പർ ഓഫ് ട്രാൻസിറ്റീവ് റിലേഷൻ. ഒരു സെറ്റിനകത്ത് 4 എലമെന്റുകൾ ഉണ്ട്. 1 by 1 ആയിട്ട് കണ്ടുപിടിക്കാം. എല്ലാവരും ചെയ്യണേ മക്കളെ. നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻ, നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2n² - n ആണ്. 2n² - n ആണ്.
അതായത് എന്ത് വരും 2⁴² - 4. ഓക്കെ, 2⁻16 - 4, 2⁻12 ആണ് ആൻസർ വരിക. മിക്കവാറും ഓപ്ഷൻസ് 2ന്റെ പവേഴ്സിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. 2ന്റെ പവേഴ്സിലാണ് ഓപ്ഷൻസ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ. നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻ ആയി. നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻ കണ്ടുപിടിച്ചേ. നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻ, number of symmetric relation equal to 2⁻n² plus n divided by 2. 2⁻n² plus n divided by 2. 2⁴² plus 4 divided by 2. 2⁻16 plus 4 divided by 2. 2⁻20 by 2. 2⁻10 1024. ഇതാണ് പ്രീവിയസ്ലി ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ. ഓക്കെ, മിക്കവാറും ഇവര് 1024 512 512 1024 ഒക്കെ ആൻസർ ആവുന്ന ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. പക്ഷെ അവർ ഓപ്ഷനിൽ 2⁻10 എന്ന് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് 1024 അറിഞ്ഞില്ലേലും പ്രശ്നമില്ല, ചെയ്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാ. ഓക്കെ, സോ നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻ ഫോർമുല നോക്കുകയാണെ 2⁻n² plus n/2. n എന്ന് പറഞ്ഞാൽ 4 ആണ്. 4² plus 4/2. 16 plus 4/2. 16 4 20. 20/2. ഓക്കെ, 20/2 എത്രയാണ്? 10. 2⁻10 1024. ഓക്കെ, ഇനി നമ്പർ ഓഫ് റിഫ്ലക്സീവ് ആൻഡ് സിമെട്രിക് റിലേഷൻ കണ്ടുപിടിച്ചേ. നമ്പർ ഓഫ് റിഫ്ലക്സീവ് ആൻഡ് സിമെട്രിക് റിലേഷൻ, number of reflexive and symmetric relation. Number of reflexive and symmetric relation ഫോർമുല എന്താണ്? 2⁻n² - n. അപ്പൊ ആദ്യത്തെ n² - n മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന്റെ ഒരു ഹാഫും കൂടെ എടുക്കണം. ഓക്കെ, 2⁻n² - n/2. 2⁻n² - n/2. 2⁻4² - 4/2. 2⁻16 - 4 divided by 2. 2⁻12/2. ശരിയല്ലേ? ഈക്വൽ ടു 2⁻6. എത്രയാണ്? 84 ആണ് നമുക്ക്, സോറി 64 ആണ് ആൻസർ കിട്ടുക. 2⁻6 ആയിരിക്കും മേ ബി ഓപ്ഷനിൽ ഉണ്ടാവുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഇതിലേതെങ്കിലും ഒരെണ്ണം സാധ്യതയുള്ളതാണ്. ഓക്കെ, ഫോർമുല അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അന്നേരം ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സിമെട്രിക് റിലേഷൻ എന്താണ്? 2⁻n² - n/2. റിഫ്ലക്സീവ് ആൻഡ് സിമെട്രിക് റിലേഷൻ. റിഫ്ലക്സീവ് ആൻഡ് സിമെട്രിക് റിലേഷൻ. സിമെട്രിക് ആണെങ്കിൽ n² plus n/2. 2⁻n² plus n/2. ഓക്കെ, റിഫ്ലക്സീവ് ആണെങ്കിൽ 2⁻n² - n. നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻ എന്താണ്? 2⁻n² - n. നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻ 2⁻n² plus n/2. റിഫ്ലക്സീവ് ആൻഡ് സിമെട്രിക് റിലേഷൻ എന്താണ്? 2⁻n² - n/2. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമുക്ക് റിലേഷൻസ് ആൻഡ് ഈ റിലേഷനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് MCQസും കൂടെ നോക്കാം. എന്നിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നോക്കണേ, ഒന്നാമത്തെ ചോദ്യം നോക്കോളൂ. കേരള PSCയുടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. A and B ആർ നോൺ എംപ്റ്റി ഫൈനൈറ്റ് സെറ്റ്സ്. എയും ബിയും നോൺ എംപ്റ്റി ആയിട്ടുള്ള ഫൈനൈറ്റ് ആയിട്ടുള്ള സെറ്റുകളാണ്. Then the number of elements in A cross B. N of A into N of B. സംശയമില്ലല്ലോ. A ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? N of A into N of B എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, നമ്പർ ഓഫ് എലമെന്റ്സ്, നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to B ആണെങ്കിലോ? നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to B ആണെങ്കിൽ 2⁻n of A into N of B. 2⁻n of A into N of B. മറക്കല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ. Which of the following is not a type of relation? താഴെ പറയുന്നതിൽ
ഒരു റിലേഷൻ അല്ലാത്തത് എന്താണെന്നുള്ളത് ചോദ്യം. സർജക്റ്റീവ് ആണ് റിലേഷൻ അല്ലാത്തത്. സർജക്റ്റീവ് ഇസ് എ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും റിലേഷൻ ആണെന്ന് അറിയാം. അതുകൊണ്ട് സർജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന്, സർജക്റ്റീവ് റിലേഷൻ അല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. സർജക്റ്റീവ് എന്താണ്? ഫംഗ്ഷൻ ആണ്, ഫംഗ്ഷൻ അല്ലെ? ഫംഗ്ഷൻസിനെ രണ്ടായിട്ട് തിരിക്കാം. വൺ ഫംഗ്ഷൻസും ഉണ്ട്, ഓൺ ടു ഫംഗ്ഷൻസും ഉണ്ട്. വൺ ഫംഗ്ഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ്. ഓൺ ടു ഫംഗ്ഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സർജക്റ്റീവ് അല്ലെ? ദ അനദർ നെയിം ഓഫ് ഓൺ ടു ഫംഗ്ഷൻ ഈസ് സർജക്റ്റീവ്. വണ്ണും ഓൺ ടുവും ആണെങ്കിൽ ആ ഫംഗ്ഷൻസിനെ നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കും. ശരിയല്ലേ? ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. സോ ഇതിനകത്ത് റിലേഷൻ അല്ലാത്തത് സർജക്റ്റീവ് ആണ്. ഓക്കെ ആണല്ലോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻ ഈസ് സിമെട്രിക് ബട്ട് നെയ്തർ റിഫ്ലക്സീവ് നോർ ട്രാൻസിറ്റീവ്? സിമെട്രിക് ആയിരിക്കണം. ഓക്കെ, സിമെട്രിക് ആണെന്ന് പറഞ്ഞാൽ എ റിലേറ്റഡ് ടു ബി ഇംപ്ലൈസ് ദാറ്റ് ബി റിലേറ്റഡ് ടു എ ആയിരിക്കണം. ബി റിലേറ്റഡ് ടു എ ആയിരിക്കണം. ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ക്യാപിറ്റൽ എയും ആയിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. 1 2 ഉണ്ട്. 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടാവണം. 2 1 ഉണ്ടോ? ഇല്ല, അപ്പോഴേ അത് കിട്ടും. 1 2 ഉണ്ട്, 2 1 ഉണ്ട്, 1 2 മെയിലുണ്ട്, അപ്പോഴേ ആൻസർ ആയി. ബാക്കി ഇനി നോക്കണം നിർബന്ധമില്ല. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? മൂന്നാമത്തെ ഓപ്ഷൻ റിഫ്ലക്സീവ് ആണ്, പക്ഷെ സിമെട്രിക് അല്ല. നാലാമത്തെ ഓപ്ഷൻ 1 2 ഉണ്ട്, 2 1 ഇല്ല, അപ്പോൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ഓക്കെ ആണല്ലോ? എ ബി ഉണ്ടെങ്കിൽ ബി എയും ഉണ്ടാവണം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. റിഫ്ലക്സീവ് ആണ്, സോറി, സിമെട്രിക് ആണ്. സിമെട്രിക് അല്ലേ? സിമെട്രിക് ആണ്. റിഫ്ലക്സീവും ട്രാൻസിറ്റീവുമാണ്. റിഫ്ലക്സീവും ട്രാൻസിറ്റീവുമാണ്. ഓക്കെ അല്ലേ? ഈസിയാണ്, പെട്ടെന്ന് നോക്കിയാൽ പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടാവണം. 1 2 എയിൽ ഉണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അത് എന്തായി? സിമെട്രിക് ആയി. സിമെട്രിക് ആയില്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ. 1 2 3 നാലാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്? ട്രാൻസിറ്റീവ് ആയിരിക്കണം, ബട്ട് നോട്ട് റിഫ്ലക്സീവ്. റിഫ്ലക്സീവ് ആവരുത്. ഓക്കെ, റിഫ്ലക്സീവ് ആവരുത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ റിഫ്ലക്സീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആദ്യമേ കളയാം. 3 3 4 4 6 6 കിട്ടിയോ? റിഫ്ലക്സീവ് ആവരുതെന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് എന്താവണ്ടേ? ട്രാൻസിറ്റീവ് ആവണം. ട്രാൻസിറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ 3 4 ഉണ്ട്, 4 6 ഉണ്ട് അല്ലെ? 3യിൽ നിന്ന് 4ലേക്ക്, 4ൽ നിന്ന് 6ലേക്കും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3യിൽ നിന്ന് 6ലേക്കും കൂടെ ഉണ്ടാവണം അല്ലെ? 3 റിലേറ്റഡ് ടു 4 ആണ് ആൻഡ് 4 റിലേറ്റഡ് ടു 6 ആണ്. ദിസ് ഷുഡ് ഇംപ്ലൈ ദാറ്റ് 3 റിലേറ്റഡ് ടു 6 ആണെങ്കിൽ അതെന്തായി? ട്രാൻസിറ്റീവ് ആയി. ഫോർ ഓൾ 3ഉം 4ഉം 6ഉം എവിടെ ഉണ്ടാവണം? ഇവിടെ എസിൽ ഉണ്ടാവണം. ശരിയല്ലേ? സോ 3 6 ഉണ്ടല്ലോ. 3യിൽ നിന്ന് 4ലേക്ക് റിലേഷൻ ഉണ്ട്, 4ൽ നിന്ന് 6ലേക്ക് ഉണ്ട്, 3യിൽ നിന്ന് 6ലേക്കും ഉണ്ട്, 3ഉം 4ഉം 6 എസിലും ഉണ്ട്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. കിട്ടിയോ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരും. ഓക്കെ, ഇനി ട്രാൻസിറ്റീവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാനുള്ള എലമെന്റ്സ് ഇല്ലെങ്കിലും അത് ട്രാൻസിറ്റീവ് ആയിട്ട് തന്നെയാണ് കരുതുക. ഓക്കെ, പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾ വേണമെങ്കിൽ മലയാളത്തിൽ സൈഡിലൊന്ന് എഴുതിയിട്ടോളൂ. ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാനുള്ള എലമെന്റുകൾ ഇല്ലെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആയിരിക്കും. കാരണം ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയാൻ പറ്റാത്തിടത്തോളം കാലം അത് ട്രാൻസിറ്റീവ് ആയിരിക്കും. ഉദാഹരണം സെക്കൻഡ് ഓപ്ഷൻ നോക്കിക്കോളൂ. 1 2 ഉണ്ട്, പിന്നെ ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ 2ൽ തുടങ്ങുന്ന ഒരാൾ വേണം. ശ്രദ്ധിച്ച് കേൾക്കണേ മക്കളെ. 1 2 ഉണ്ട്, ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ 2ൽ തുടങ്ങുന്ന ഒരാൾ വേണം. അതില്ല. 1 3 ഉണ്ട്, അത് ചെക്ക് ചെയ്യണമെങ്കിൽ 3ൽ തുടങ്ങുന്ന ഒരാൾ വേണം അല്ലെ? 3 4 ഉണ്ടെങ്കിൽ 4ൽ തുടങ്ങുന്ന 6 ഉണ്ടെങ്കിൽ അല്ലേ 3 6 നോക്കാൻ പറ്റുള്ളൂ. അതേപോലെ 1 4 ഉണ്ട്, ചെക്ക് ചെയ്യണമെങ്കിൽ 4ൽ തുടങ്ങുന്ന ഒരാൾ വേണം. സ്റ്റിൽ അപ്പൊ അതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. പക്ഷെ ഒരു പ്രശ്നം പറ്റിയത് എന്താ? 2 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഇല്ല? എസിലില്ല. ഫോർ ഓൾ ഇതിൽ പരാമർശിക്കുന്ന എലമെന്റുകളെല്ലാം തന്നെ എവിടെ ഉണ്ടാവണം? എസിൽ ഉണ്ടാവണം അല്ലെ? അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് അല്ല. ഈ 2ഉം കൂടെ 1ഉം 1 എസിലില്ല, 3 എസിലുണ്ട്, 4 എസിലുണ്ട്. ഈ 1ഉം എന്താ നമ്മുടെ 2ഉം 1ഉം കൂടെ
എസിൽ ഉണ്ടായിരുന്നെങ്കിൽ അതെന്തായനെ ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാനുള്ള എലമെന്റ് ഇല്ലാത്തത് കൊണ്ട് അത് ട്രാൻസിറ്റീവ് ആണ്. ശ്രദ്ധിച്ചോണേ മക്കളെ, ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാനുള്ള എലമെന്റുകൾ ഇല്ലെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ് എന്നല്ല, അത് ട്രാൻസിറ്റീവ് ആണ്. പക്ഷെ ഇവിടെ എന്താണ്, അതാണ് ഈ ഓരോ കണ്ടീഷനും പ്രസക്തി ഉണ്ട്. നമ്മൾ ഇതെല്ലാം എഴുതുമ്പോൾ ഒരു കാര്യം കൂടെ എഴുതുന്നത് നിങ്ങൾ ചുമ്മാ തമാശക്ക് എഴുതിയതല്ല എന്നിപ്പോ മനസ്സിലായില്ലേ. ഇത് എഴുതിയപ്പോഴെല്ലാം എന്താണ്ട് ഒരു കാര്യം അതിന്റെ കൂടെ എഴുതി പോയത് കണ്ടോ. ഫോർ ഓൾ എ ബിലോങ്സ് ടു എ, ഫോർ ഓൾ A1 A2 ബിലോങ്സ് ടു എ, ഫോർ ഓൾ A1 A2 A3 ബിലോങ്സ് ടു എ. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? ഈ 2ഉം 1ഉം ഒന്നും എസിലില്ല. അപ്പൊ അത് ഈ എന്താണ്, എസിനകത്ത് അത് ഉണ്ടായിരുന്നെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആയേനെ. കിട്ടിയോ? അതില്ലാത്തത് കൊണ്ട് ട്രാൻസിറ്റീവ് അല്ല. സംഭവം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. 3-4 ഉണ്ട്, 4-3 ഉണ്ട്. 3-3യും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഓപ്ഷൻ ഡി ട്രാൻസിറ്റീവ് ആയനെ. 3-3 ഇല്ല, അപ്പൊ അത് കിട്ടും. സംഭവം പിടികിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. ട്രാൻസിറ്റിവിറ്റിയിൽ പലരും തെറ്റിക്കുന്ന ഒരു സാധനമാണത്. കുറച്ച് എലമെന്റ് ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാനുള്ള എലമെന്റ് ഇല്ലെങ്കിലും അത് ട്രാൻസിറ്റീവ് തന്നെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അത് പ്രത്യേകം ഓർമ്മയിൽ ഉണ്ടാവണം. പക്ഷെ ഓപ്ഷൻ ബി ട്രാൻസിറ്റീവ് ആണ്. പക്ഷെ ആ ഓപ്ഷൻ ബി ഡിഫൈൻ ചെയ്തിട്ടുള്ള എലമെന്റുകൾ സെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള എലമെന്റുകളല്ല. അതുകൊണ്ട് അത് നമുക്ക് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് എന്താണ്, എയും ബിയും സിയും എവിടുന്ന് തന്നെ ഉള്ള എലമെന്റ് ആയിരിക്കണം, എസിൽ തന്നെയുള്ള എലമെന്റ് ആയിരിക്കണം. അതല്ലാത്ത പക്ഷം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ. Let R be a relation in a set n given by R is equal to set of all ordered pair AB such that A plus B is equal to 5, B greater than 1. Okay. Which of the following will satisfy the relation? താഴെ പറയുന്നതിൽ എന്താണ് റിലേഷൻ സാറ്റിസ്ഫൈ ആവുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. നോക്കാം. A plus B 5 കിട്ടണം. 3 2 5 കിട്ടുന്നുണ്ട്. 4 2 5 കിട്ടുന്നില്ല. 2 1 5 കിട്ടുന്നില്ല. 5 0 5 കിട്ടുന്നുണ്ട്. പക്ഷെ ബി എന്ന് പറയുന്ന എലമെന്റ് 1നേക്കാൾ വലുതായിരിക്കണം. 0 എന്ന് പറയുന്നത് 1നേക്കാൾ വലുതല്ല. അപ്പൊ അതും കിട്ടും. ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. 2 + 3 5 കിട്ടുന്നുണ്ട്. 3 ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഈ എന്താണ് റിലേഷൻ സാറ്റിസ്ഫൈ ആവുന്ന എലമെന്റ്. ശരിയല്ലേ? ആ റിലേഷനകത്ത് ഉള്ള ഒരു എലമെന്റ് എന്ന് പറയാവുന്നത് ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഐ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ XY പ്ലെയിൻ. XY പ്ലെയിനിലുള്ള ലൈനുകളുടെ സെറ്റ് ആണ് ഐ എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്ന റിലേഷൻ എന്താണ്, സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ I1 I2 സച്ച് ദാറ്റ് I1 R is equal to set of all ordered pair I1 I2 such that I1 parallel to I2. ഇതാണ് നമ്മുടെ റിലേഷൻ അല്ലെ, I1 parallel to I2. ഇത് ഏത് ടൈപ്പ് റിലേഷൻ ആണ്? അത് ഒബ്വിയസ്ലി എന്താണ്, സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ സെറ്റ് ഓഫ് ഓൾ സിമിലർ ട്രയാങ്കിൾസ് ഇൻ യൂക്ലിഡിയൻ പ്ലെയിൻ വന്നാലും സെറ്റ് ഓഫ് ഓൾ പാരലൽ ലൈൻസ് വന്നാലും ഒക്കെ അത് എന്ത് റിലേഷൻ ആണ്? അത് ഒബ്വിയസ്ലി ഇക്വലൻസ് റിലേഷൻ ആയിരിക്കും. നമ്മൾ സാധാരണഗതിയിൽ ഇക്വലൻസ് റിലേഷൻ പറയാറുള്ള എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ അല്ലെ. റിഫ്ലക്സീവ് ആണോ നോക്കാം. ഏതൊരു ലൈൻ എടുത്താലും ആ ലൈനിന് തന്നെ പാരലൽ ആയിരിക്കും. ശരിയല്ലേ? ഇപ്പൊ എന്തായി, റിഫ്ലക്സീവ് ആയി. I1 ബിലോങ്സ് ടു എന്താണ്, ഐ ആണ്. ശരിയല്ലേ? അതേപോലെ I1 പാരലൽ ടു I2 ആണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കണേ, I1 പാരലൽ ടു I2 ആണെങ്കിൽ ഇത് I1 എന്ന് പറയുന്ന ലൈൻ ആണെന്ന് വിചാരിക്കുക, ഇത് I2 എന്ന് പറയുന്ന ലൈൻ ആണെന്ന് വിചാരിക്കുക. I1 പാരലൽ ടു I2 ആണെങ്കിൽ തിരിച്ചെന്തായിരിക്കും, I2 പാരലൽ ടു I1 ആയിരിക്കും. ഫോർ ഓൾ I1 I2 ബിലോങ്സ് ടു എന്താണ്, I. ശരിയല്ലേ? ഇനി ട്രാൻസിറ്റീവ് ആയിരിക്കുമല്ലോ. I1 പാരലൽ ടു I2 ആൻഡ് I2 പാരലൽ ടു I3. ഈ I2ന് പാരലായിട്ട് ഒരു I3യും കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ I1ഉം I3യും തമ്മിൽ എന്തായിരിക്കും, പാരലായിരിക്കും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഇംപ്ലൈഡ് ദാറ്റ് I1 പാരലൽ ടു I3. ഇപ്പൊ എന്താണ്, ഫോർ ഓൾ I1 I2 I3 ബിലോങ്സ് ടു I. അപ്പൊ അതെന്തായി, ട്രാൻസിറ്റീവ് ആയി. സോ ഇത് മൂന്നുമായി അല്ലെ, റിഫ്ലക്സീവ് ആയി, സിമെട്രിക് ആയി, ട്രാൻസിറ്റീവ് ആയി അല്ലെ. റിഫ്ലക്സീവ് ആയി, സിമെട്രിക് ആയി, ട്രാൻസിറ്റീവ് ആയി. ഇത് മൂന്നും ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് വിളിക്കാം, അതൊരു ഇക്വിവലൻസ് റിലേഷൻ ആണെന്ന് പറയാം. ശരിയല്ലേ? ഓപ്ഷൻ ഡി ഇക്വിവലൻസ് റിലേഷൻ എന്നുള്ളതാണ് നമുക്കിവിടെ ആൻസർ കിട്ടുക. റിഫ്ലക്സീവുമാണ്,
സിമെട്രിക്കുമാണ്, ട്രാൻസിറ്റീവുമാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഇക്വിവാലൻസ് റിലേഷൻ ആണ്. ക്ലിയർ ആണല്ലോ? ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Ordered where a comma a belongs to R for every small a belongs to capital A. This condition is satisfied for which of the following relation? എന്താണ്? എയിൽ നിന്ന് എയിലേക്ക് തന്നെ റിലേഷൻ ഉണ്ടാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? റിഫ്ലക്സീവ്. അല്ലെ? എയിൽ നിന്ന് എയിലേക്ക് തന്നെ റിലേഷൻ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സീവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എട്ടാമത്തെ ചോദ്യം നോക്കിയേ. A1 comma A2 belongs to R implies that A2 comma A1 belongs to R. A1ൽ നിന്ന് A2ലേക്കും തിരിച്ച് A2ൽ നിന്ന് A1ലേക്കും റിലേഷൻ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സിമെട്രിക്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Let T be a set of triangles in Euclidean plane. Let R be on defined as A is എന്താണ്? A related to B is A is congruent to B for all AB belongs to the triangle. അതായത് ഏത് ട്രയാങ്കിൾ എടുത്താലും T1 എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്താൽ അതെന്തായിരിക്കും? ദാറ്റ് ഈസ് കോൺഗ്രുവന്റ് ടു എന്തായിരിക്കും? T1 തന്നെ ആയിരിക്കും. ഒരു ട്രയാങ്കിൾ ആ ട്രയാങ്കിളിന് തന്നെ എന്തായിരിക്കും? കോൺഗ്രുവന്റ് ആയിരിക്കും. അതേപോലെ T1 കോൺഗ്രുവന്റ് ടു T2 ആണെങ്കിൽ തിരിച്ച് T2 കോൺഗ്രുവന്റ് ടു എന്തായിരിക്കും? T1 ആയിരിക്കും. ഒരു അങ്ങോട്ട് കോൺഗ്രുവന്റ് ആണെങ്കിൽ തിരിച്ചെന്തായിരിക്കും? ഇങ്ങോട്ടും കോൺഗ്രുവന്റ് ആയിരിക്കും. അതേപോലെ T1 കോൺഗ്രുവന്റ് അപ്പൊ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്. T1 എന്ന് പറയുന്ന ട്രയാങ്കിൾ T2ന് കോൺഗ്രുവന്റ് ആണ്. T2 T3ക്ക് കോൺഗ്രുവന്റ് ആണെങ്കിൽ T1ഉം T3യും തമ്മിൽ കോൺഗ്രുവന്റ് ആയിരിക്കും. ശരിയല്ലേ? T1 കോൺഗ്രുവന്റ് ടു T2 ആൻഡ് T2 കോൺഗ്രുവന്റ് ടു T3 ആണെങ്കിൽ T1 കോൺഗ്രുവന്റ് ടു എന്തായിരിക്കും? T3 ആയിരിക്കും. ശരിയാണല്ലോ? സോ ഇപ്പൊ എന്തായി? ട്രാൻസിറ്റീവ് ആയി. ഇത് മൂന്നും ആയതുകൊണ്ട് തന്നെ അത് എന്താണ്? അതൊരു ഇക്വലൻസ് റിലേഷൻ ആണ്. എന്ത് റിലേഷൻ ആണ്? ഇക്വലൻസ് റിലേഷൻ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് എവിടെ നിന്ന് പഠിക്കാനുള്ളത്? റിലേഷൻ ആൻഡ് ടൈപ്പ് ഓഫ് റിലേഷൻസിൽ നിന്ന് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? ഫങ്ഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അണ്ടിൽ ദെൻ ബൈ ബൈ.